ടീം നമുക്ക് ഇവിടെ ക്ലിയറൻസ് സെയിൽ നടക്കണമായതുകൊണ്ട് നല്ല അടിപൊളി ഓഫറിലാട്ടോ നമുക്ക് ഈ വണ്ടികൾ ഇവിടെ കിട്ടണത്. ഇതില്ലേ ASS ബ്ലാക്ക്, ഈ വണ്ടി വെറും 35,000 രൂപയ്ക്കാണ്. 2014 വണ്ടി 35,000 രൂപയ്ക്ക് സിംഗിൾ ഓണർ, അതും 30 സംതിങ് വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. ആ ഓടിയേക്കണ പ്രൈസിന് വണ്ടിക്ക് പറയുന്നുള്ളൂ കേട്ടോ. സിംഗിൾ ഓണർ വണ്ടിയാണ്, നല്ല ക്വാളിറ്റിയിലിരിക്കുന്ന 2 പുതിയ ടയറുകളാണ് നിങ്ങൾക്ക് തരുന്നത് ഈ വണ്ടി. പോരാത്തതിന് ഈ വണ്ടിയിൽ നിങ്ങൾക്ക് 6 മാസം എഞ്ചിൻ വാറൻറ്റി, പിന്നെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ തിരിച്ചു കൊണ്ടുവരാം. ഇതൊന്നും പോരാത്തതിന് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടും തരുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്നും പോരാത്തതിന് 2 ഹെൽമെറ്റ് തരുന്നുണ്ട് കേട്ടോ. ഇനിയും കൂടുതൽ എന്താ, വേഗം പോകുന്നുള്ളൂ കേട്ടോ. ക്ലിയറൻസ് സെയിലാണ്. ഇനി ഈ പറഞ്ഞ റേറ്റ് നെഗോഷ്യബിൾ ആണ് കേട്ടോ. ഹായ്, നമ്മുടെ വിൽഫ്രണ്ടിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. പ്രിയദർശിനി മോട്ടോർ പാലസിലാണ് നിൽക്കണേ. നമുക്കറിയാം, ഒരുപാട് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ 2 വീലർ കൊടുക്കുന്ന ഒരു സ്ഥലമാണിത്. അതായത് നമ്മുടെ സ്കൂട്ടറുകളും ബൈക്കുകളും ഒരുപാട് വണ്ടികളുണ്ട്. നല്ല ക്ലീൻ പീസ് വണ്ടികളാണ് ഉള്ളത്. അപ്പൊ ഇവിടെ ക്ലിയറൻസ് സ്റ്റോക്കാണ് ഇപ്പൊ നടക്കണേ കേട്ടോ. അത് കാരണം നല്ല ഓഫറുകളും അത്യാവശ്യം നല്ല റേറ്റ് കുറവില് നല്ല ഇയർ ഉള്ള വണ്ടികളൊക്കെ നിങ്ങൾ തരാൻ പോകണം കേട്ടോ. സമയം കളയണ്ട, വേഗം വീഡിയോയിലേക്ക് പോകട്ടോ. വേഗം നോക്കിക്കോ, വേഗം ഓടി വന്നോട്ടോ. വണ്ടികൾ കണ്ടോ, ഒരുപാട് കേട്ടോ. ഈ ഇവിടുത്തെ നമുക്ക് വണ്ടികൾ കഴിഞ്ഞു തുടങ്ങി, പോയി തുടങ്ങി, ക്ലിയറൻസ് സെയിൽ ആയ കാരണമാണ് കേട്ടോ. പ്രിയദർശിനി മോട്ടോർ പാലസ് വണ്ടികളുടെ ഡീറ്റെയിൽ വേഗം ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മുന്നാസാണ് കേട്ടോ ഡീറ്റെയിൽ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെയുള്ളത്. പ്രിയദർശിനി മോട്ടോർ പാലസിൽ മുന്നാസ, നമസ്കാരം. നമസ്കാരം. ഓക്കെ, ഇപ്പൊ വണ്ടികൾ നമുക്ക് കുറെ പെട്ടെന്ന് തന്നെ ഇറങ്ങി തുടങ്ങി. അതെ, ഇപ്പൊ ഈ വണ്ടികൾ പർച്ചേസിംഗ് ഇല്ല, ക്ലിയറൻസ് സെയിലാണ് ഈ മാസം. ക്ലിയറൻസ് സെയിലാണ് അല്ലേ? കാരണം ഇവിടെയൊക്കെ ഞാൻ വരുമ്പോൾ നിറച്ച് വണ്ടികൾ ഇരിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ കംപ്ലീറ്റ് വണ്ടികൾ നമ്മളിൽ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ നടക്കാൻ തന്നെ നമുക്ക് സ്ഥലം കിട്ടാറില്ല ഒരുപാട്. അപ്പൊ ഇതിന്റെ നമുക്ക് ഇന്ന് ക്ലിയറൻസ് സെയിലും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കില്ലേ? അതെ, അപ്പൊ അത് കാരണമാണ് വണ്ടികൾ പോകുന്നത്. അപ്പൊ ഇവിടുത്തെ ക്ലിയറൻസ് സെയിൽ കുറെ ഓഫർ എല്ലാ വണ്ടികളും നമുക്ക് കൊടുക്കണം അല്ലേ? അതെങ്ങനെയാ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പറഞ്ഞു തരാം. നമ്മളിപ്പോ എല്ലാ വണ്ടിക്കും കൊടുക്കുന്നത് ഫുൾ ടാങ്ക് പെട്രോൾ, 6 മാസം എഞ്ചിൻ വാറന്റി, ഫുൾ ടാങ്ക് പെട്രോൾ കൊടുക്കുന്നുണ്ട്. ഏത് വണ്ടിയായാലും ഫുൾ ടാങ്ക് പെട്രോൾ. ഇതിൽ ഏത് സ്കൂട്ടറോ ഏതോ ബൈക്ക് ഏത് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു കൊടുക്കും അല്ലെ? അടിച്ചു കൊടുക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് 2 ഹെൽമെറ്റ് കൊടുക്കുന്നുണ്ട്. 2 ഹെൽമെറ്റ് ഏത് വണ്ടി എടുത്താലും, കുറവിന്റെ വണ്ടി എടുത്താലും, അതെല്ലാം പോയിട്ട് ഒരു ബുള്ളറ്റ് എടുത്താൽ പോലും 2 ഹെൽമെറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. 2 ഹെൽമെറ്റ് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള ഹെൽമെറ്റ് ഏതിനെ ചൂസ് ചെയ്യാം. 2-3 ടൈപ്പ് ഹെൽമെറ്റുകൾ ഉണ്ട്. ഏത് വേണേലും ഇഷ്ടമുള്ള അല്ലേ? ഓക്കെ, പിന്നെ 6 മാസം എഞ്ചിൻ വാറന്റി, കുറവിന്റെ ആയാലും 6 മാസം എഞ്ചിൻ വാറന്റി കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ വണ്ടികളും സിംഗിൾ ഓണർ വണ്ടികളായിരിക്കുള്ളൂ. സിംഗിൾ ഓണർ ആണ്, അതൊരു 35 താഴോടിയ വണ്ടികളായിരിക്കും. എല്ലാ വണ്ടികളും എല്ലാം സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ വണ്ടി കഴിഞ്ഞാൽ ഇവിടെ എല്ലാ വണ്ടികളുടെയും ടയർ നല്ല അടിപൊളിയായിട്ട് ഇരിക്കണല്ലോ. അതെ, കുറവുള്ള ടയറുകളൊക്കെ പുതിയ ടയറുകൾ മേടിച്ചിടും. എവിടേക്ക് ക്യാമറ തിരിച്ചു പിടിച്ചാലും ഏത് വണ്ടികളായാലും ടയറുകളാണ് അല്ലേ? ഗിയർലെസ് ഒക്കെ ആണെങ്കിൽ എല്ലാം ഗാർഡ് കാര്യങ്ങൾ ഫുൾ ഫിറ്റിംഗ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ, ഇപ്പൊ ബുള്ളറ്റിന്റെ ആണ് നോക്കുമ്പോഴും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടാണോ? അല്ല, നല്ല ക്വാളിറ്റി വണ്ടി നമ്മൾ വരുമ്പോ തന്നെ ഫുൾ ചെക്ക് ചെയ്തതിനു ശേഷം വണ്ടി കയറ്റി വെക്കുള്ളൂ. നോക്കി ടയറുകൾ, കാരണം ടയർ തന്നെ പറയേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ പൈസ ആൾക്കാർക്ക് ഉണ്ട്. ടയറുകളൊക്കെ ഏതിന്റെ ടയറുകളായാലും അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിക്കോളും. സ്റ്റോക്ക് ക്ലിയറൻസ് ആയ കാരണമുണ്ടാകുന്നുണ്ടല്ലേ ഫുൾ ഓഫർ കൊടുക്കുന്നത്. പിന്നെ ഏത് വണ്ടി ആയാലും എടുക്കുന്ന ടൈമിൽ നമ്മൾ ഫുൾ പോളിഷ് വർക്ക് ചെയ്തിട്ടേ വണ്ടി കൊടുക്കും. പോളിഷ് വർക്ക് ചെയ്തിട്ട് എഞ്ചിൻ പ്ലേറ്റിംഗ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. എഞ്ചിൻ പ്ലേറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല കണക്കൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് ഫുൾ നീറ്റ് ആക്കിയിട്ട് വണ്ടി കൊടുക്കുള്ളൂ. എടുത്തിട്ട് അയാൾക്ക് ഒരു പണി ചെയ്യേണ്ടി വരില്ല. അടുത്ത മുഖത്തിൽ ഓയിൽ ചേഞ്ച് മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഇതിങ്ങനെയാണ് കാര്യങ്ങൾ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞു വേഗം അങ്ങോട്ട് പോവാം. നമുക്ക് ഒരുപാട് ഉള്ളതുകൊണ്ടേ നമുക്ക് ഇതിൽ നമുക്ക് സ്റ്റാൻഡേർഡ് അല്ലേ? സ്റ്റാൻഡേർഡ് 350. എത്ര രൂപ സ്റ്റാർട്ടിംഗ്? സ്റ്റാൻഡേർഡ് 350 158 മുതൽ സ്റ്റാർട്ടിംഗ്. 158 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 2022 പറഞ്ഞോ, കുഴപ്പമില്ല. നമ്മളൊരു സ്റ്റാൻഡേർഡ് 350 2018 മോഡൽ തൊട്ട് 2022 വരെയുള്ള സ്റ്റാൻഡേർഡ് 350 ഇതൊക്കെ റേറ്റ് വരുന്നത് 155 മുതൽ 2 രൂപ വരെയും വരുന്നുണ്ട്. 2 രൂപ വരെ വരുന്നുണ്ട്. 155 മുതൽ 2 രൂപ വരെ വരുന്നുണ്ട് അല്ലേ? അതൊക്കെ എല്ലാം നെഗോഷ്യബിൾ റേറ്റ്. ഡയറക്റ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നെഗോഷ്യബിൾ റേറ്റ് തന്നെയാണ് കേട്ടോ. പറഞ്ഞ ഓഫറുകളും പിന്നെ പറഞ്ഞ 2 ഹെൽമെറ്റ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് പെട്രോൾ അടിച്ചു തരുന്നുണ്ട്. 6 മാസത്തേക്ക് എഞ്ചിൻ വാറന്റി. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും 6 മാസത്തേക്ക്. അതുകൂടാണ്ട് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും കൊണ്ടുവന്നാൽ നമ്മൾ പരിഹരിച്ചു ചെയ്തു തരും. പിന്നെ 2 ഫ്രഷ് ടയറാണ്. ടയർ കുറവുള്ളതൊക്കെ പുത്തൻ ടയർ. സിംഗിൾ ഓണർ വണ്ടി, ലോ കിലോമീറ്റർ, സെക്കൻഡ് ചാവി കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഒരു വണ്ടി നോക്കുകയാണ് 35. ഇതിലൊക്കെയാണെങ്കിൽ 20,000 കിലോമീറ്റർ. അതിനപ്പുറത്തേക്ക് 20,000 കിലോമീറ്റർ കേട്ടോ. സിംഗിൾ ഓണർ വണ്ടി, ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ വന്നപ്പോ ഒരു കസ്റ്റമർ വന്ന് ആ വണ്ടി ഇവിടെ ഇരിക്കുന്നതായിരുന്നാണ്. അതിപ്പോ കച്ചവടമായില്ലേ? ലോൺ ആയിട്ടാണ് ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ, ഇപ്പോൾ വരുമ്പോഴേക്കും ഒരു വണ്ടി കൂടെ പോയിട്ടോ.
100 350. ഒരു 100 ഉണ്ട് അല്ലെ? അതെ, 100 350 16,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. വെറും 16,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. നല്ല അടിപൊളി ടയർ. 2023 മോഡൽ. 23 മോഡൽ. എത്ര പറയണേ? ഇതിന്റെ റേറ്റ് വരുന്നത് 190. 190 അല്ലേ? റേറ്റ് ആണ്. പിന്നെ ഈ ഓഫറും കാര്യങ്ങളും ഓഫർ കാര്യങ്ങൾ ഇതില് ടയറുകളൊക്കെ ഫ്രഷ് ആണ്. പോളിഷ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യും. പോളിഷ് കാര്യങ്ങൾ ഇപ്പോഴും കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. കാണാൻ കുഴപ്പമില്ല. വാട്ടർ സർവീസ് ചെയ്ത് ഡീസൽ ചെയ്ത് കയറ്റി വെച്ചാൽ ഇതിൽ 2 ഹെൽമെറ്റ് തരും എല്ലാ വണ്ടികൾക്കും. പിന്നെ ഫുൾ ടാങ്ക് പെട്രോൾ ഒരു 6 മാസം എഞ്ചിൻ വാറന്റി തരും. എല്ലാ കാര്യങ്ങളും ഉണ്ട് അല്ലേ? പിന്നെ ഒരു ജാവ, ഒരു ജാവ ഇരിക്കുന്നത് 42 അങ്ങനെ. ഇത് സ്പെഷ്യൽ എഡിഷൻ, ജാവ സ്പെഷ്യൽ എഡിഷൻ. ഇതാണെങ്കിലും 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ അല്ലേ? 2022 മോഡൽ. 22 മോഡൽ. എത്ര പറയണേ? 175. 175 ഒക്കെ നെഗോഷ്യബിൾ റേറ്റ് അല്ലല്ലോ? നെഗോഷ്യബിൾ റേറ്റ് ആണ്. എല്ലാത്തിനും നിങ്ങൾക്ക് ലോൺ സൗകര്യങ്ങൾ ഉണ്ട് അല്ലേ? എല്ലാത്തിനും ലോൺ കിട്ടും. സ്പോട്ട് ലോൺ നമുക്ക് ഈ വണ്ടിക്ക് ലോൺ കിട്ടൂല. വെർഷൻ 2 ലോൺ കിട്ടില്ല. മോഡൽ കുറവാണ്. ഏത് മോഡൽ? 2015 മോഡൽ വരണം. എത്ര റേറ്റ് പറയുന്നത്? ഇതിന്റെ റേറ്റ് വരുന്നത് 74 രൂപ. സിംഗിൾ ഓണർ വണ്ടി. R15 കുറവാണെങ്കിലും സിംഗിൾ ഓണർ വണ്ടിയാണ്. അതിന് 74. അത് നമുക്ക് R15 74 രൂപയ്ക്ക് നമുക്ക് പറ്റുമോ? 74 റേറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാം. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. ഓക്കെ. ഇത് വീണ്ടും പൾസറോളൊക്കെ ഉണ്ടല്ലോ ഒരുപാട്. പിന്നെ RS 200 ഉള്ള ഒരു 6ഓളം വണ്ടികളുണ്ട്. മോഡൽ വരുന്ന 2017 മോഡൽ തൊട്ട് 2020 വരെയുള്ള മോഡലുകളുണ്ട്. 20 വരെയുള്ള മോഡലുകൾ. സ്റ്റാർട്ടിംഗ് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 1,25,000. 1,25,000. എല്ലാ സിംഗിൾ ഓണർ എല്ലാം സിംഗിൾ ഓണർ. പറഞ്ഞ എല്ലാ ഓഫറും ചെയ്ത് കൊടുക്കില്ല? എല്ലാ വണ്ടിക്കും ഈ പറഞ്ഞ ഓഫർ എല്ലാ ഓഫറും ചെയ്തോട്ടെ. ഈ ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ടാണ് ഫുൾ ഓഫർ നമ്മൾ എല്ലാ വണ്ടിക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെ? ഇവിടെയൊക്കെ നടക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല. അത്യാവശ്യം കാലിയില്ല കംപ്ലീറ്റ്. ഇത് കംപ്ലീറ്റ് വേഗം തീർത്തിട്ട് തന്നെ അടുത്ത സ്റ്റോക്ക് എടുക്കുള്ളൂ അല്ലെ? അതെ, ഇപ്പൊ ഉള്ള വണ്ടികൾ മൊത്തം നമ്മൾ സ്റ്റോക്ക് തീർക്കും. പിന്നെ ഇവിടെ ഈ ഭാഗത്ത് വരുന്നത് എക്സ്പൾസ് 200. 2V ഉണ്ട്, 4V ഉണ്ട്. ഇതൊക്കെ റേറ്റ് 2V 4V എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് 4 വാൾവ്, ഇത് 2 വാൾവ്. 2 വാൾവ്. അതെ, അതൊരു വ്യത്യാസം വരുന്നത്. ഇതൊക്കെ ആണെങ്കിൽ 2020 21 വണ്ടികൾ. എങ്ങനെയാ സ്റ്റാർട്ടിംഗ് റേറ്റ് 1,18 മുതൽ റേറ്റ് 1,18 മുതൽ വണ്ടികൾക്ക് റേറ്റിംഗ് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ടോ? അതും നെഗോഷ്യബിൾ ആണ്. ഈ പറഞ്ഞ എല്ലാ ഓഫറുകളും എല്ലാം ലോ കിലോമീറ്റർ വണ്ടിയുടെ 15,000 കിലോമീറ്റർ, 16,000 കിലോമീറ്റർ, 23,000 കിലോമീറ്റർ അത്ര ഓടിയിട്ടുള്ളൂ. അതെ, വെറും നിസ്സാര ഓട്ടം ഉള്ളോട്ടാ. അവിടെ ഒരുപാട് നമ്മള് ബുള്ളറ്റുകൾ കണ്ടു. അതിൽ സ്റ്റാൻഡേർഡ് ഉണ്ട്, ES ഉണ്ട്, ക്ലാസിക് ഉണ്ട്. എല്ലാം ഉണ്ട്. അതായത് മാക്സിമം ക്ലാസിക് സ്റ്റാർട്ടിംഗ് ഒക്കെ തുടങ്ങുന്നത് എത്ര പറഞ്ഞത്? ക്ലാസിക് ഒക്കെ സ്റ്റാർട്ടിംഗ് വരുന്നത് 1,60. 1,60. ലാസ്റ്റ് 19 വണ്ടി. 19 വണ്ടി. 1,60 വരണോട്ടോ. ഡയറക്റ്റ് വരാം. ഇത് പിടിക്കോ? ഈ പൾസർ വയ്ക്കോ? ഇത് പിന്നെ NS 200 17 മോഡലുണ്ട്, 22 മോഡലുണ്ട്. ഇതൊക്കെ 98 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. 98 രൂപയ്ക്ക് നിങ്ങൾക്ക് NS ഉണ്ട്. സിംഗിൾ ഓണർ വണ്ടികൾ. ഇതൊക്കെ എത്ര ഓടിയിട്ടേക്കണേ? 17,000 ഓടിയിട്ടുള്ളൂ. എല്ലാം സിംഗിൾ ഓണർ വണ്ടി. ഇത് 22 വരും. 22. അതോ? ഇതൊക്കെ ആകുമ്പോ 17, 18. അപ്പൊ ഈ 18 വണ്ടി എന്ന് പറയുന്നത് വെറും 90 രൂപ ചോദിക്കണുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി വെറും 20,000 കിലോമീറ്റർ കൂടി ഉണ്ടാവുള്ളൂ. അതെ, ലോ കിലോമീറ്റർ ആയിക്കുള്ള ഏത് വണ്ടിയാണ്. ഇതിന്റെ ടയറുകളൊക്കെ നല്ല അടിപൊളി ടയറുകളാണ് അല്ലേ? ടയറുകൾ ഏതിന്റെ ആയാലും പക്ക ടയറുകളായിരിക്കും. പക്ക ടയറുകളും കാര്യങ്ങളും ഏത് വണ്ടിയാണെങ്കിലും. ശരി. ഓക്കെ. ഡൊമിനർ 400 അല്ലേ? 2018 ലാസ്റ്റ് 19 വണ്ടി, 34,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. അതെ. ഓക്കെ. ഇതെന്താ പറയണേ? ഇതിന്റെ റേറ്റ് വരുന്നത് 1,69 വരണുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി. ടയർ ഭാഗങ്ങളായാലും ഏത് ഭാഗമായാലും ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഒരു ഇഷ്യൂസും ഇല്ല. ഓക്കെ. ഇതൊക്കെ നെഗോഷ്യബിൾ റേറ്റ് ആണ് കേട്ടോ. നേരത്തെ പറഞ്ഞ എല്ലാ ഓഫറുകളും നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. പിന്നെ ഇതിന്റെ 200 ഒക്കെ ഉണ്ടായിരുന്നില്ലേ? 250 ഒക്കെ 250 സെയിലുണ്ട്. ഇപ്പൊ അതൊക്കെ വണ്ടി പോലും ഇപ്പൊ ഇല്ല. അത്രയും നമ്മള് വണ്ടി സെയിലായി പോയിട്ടുണ്ട്. ഓക്കെ. അത്യാവശ്യം നമുക്ക് ഇയറുള്ള വണ്ടികൾ തന്നെ ഉള്ളൂ. ഇപ്പൊ ഉള്ളതെല്ലാം മോഡലുള്ള വണ്ടികളാണ്, ക്ലീൻ വണ്ടികളാണ്. ഇതിനൊക്കെ ഡൗൺ പേയ്മെന്റ് 10-20,000 35 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ. ഇങ്ങോട്ട് പോകുമ്പോഴോ? MT-15 ഒരു 4 വണ്ടികളുണ്ട് ഇപ്പൊ നിലവിൽ സ്റ്റോക്ക്. 2021 മുതലിട്ട് 2023 നമുക്ക് സ്റ്റാർട്ടിങ് 1,64 മുതൽ 1,88 വരെ. 1,64 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള വണ്ടി ഏതെങ്കിലും നോക്കി ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്. നോക്കി ഓടിച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് കൺഫേം ആയി ഓക്കെ അതിന് ശേഷം മാത്രം വണ്ടി എടുത്താൽ മതി. ഓക്കെ. ഇനി ഇങ്ങനെ പോകുമ്പോൾ V3 വരുന്നുണ്ട്, V4 വരുന്നുണ്ട്. ഒരുപാട് 20 മോഡൽ തൊട്ട് 2023 ലാസ്റ്റ് 24 വരെയുള്ള വണ്ടികളുണ്ട്. ഇതിനൊക്കെ എന്താ പറയണേ? ഇതിനൊക്കെ റേറ്റ് വരുന്നത് 1,68 മുതൽ റേറ്റ്. എല്ലാം സിംഗിൾ ഓണർ കിലോമീറ്റർ. ഇതൊക്കെ 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതൊക്കെ വെറും 19,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടികളാണ്. 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലെ? 19,012 കിലോമീറ്റർ രജിസ്ട്രേഷൻ വണ്ടി. ടയറുകളൊക്കെ നോക്കി തൃശ്ശൂർ പ്രോപ്പർ തൃശ്ശൂർ രജിസ്ട്രേഷൻ.
ഓക്കെ. ഇതിനൊക്കെ ഡൗൺ പേയ്മെന്റ് വരുന്നത് 45 രൂപ അടച്ചാൽ 40 രൂപ ഉണ്ടെങ്കിലും അടച്ചിട്ടുണ്ടാവുക. കാര്യങ്ങൾ നല്ല ഇല്ലാത്ത സിവിലൊക്കെ ആണെങ്കിൽ 35 രൂപ. 2 ഹെൽമെറ്റ്, ഫുൾ ടാങ്ക് പെട്രോൾ, 6 മാസത്തെ എഞ്ചിൻ വാറന്റി, എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇനി സ്കൂട്ടറിലേക്ക് പോയാൽ സ്കൂട്ടറിലേക്ക് പോവാം. സ്കൂട്ടറിൽ നമുക്ക് ഏറ്റവും കുറവ് എവിടെ സ്റ്റാർട്ട് വരുന്നത്? നമുക്ക് ഏറ്റവും കുറവ് വരുന്നത് പ്ലസ് ഏവിയേറ്റർ, ഹോണ്ടയുടെ ഏവിയേറ്റർ, ആക്റ്റീവയുടെ ഒക്കെ തന്നെ സെയിം എഞ്ചിൻ വരുന്ന വണ്ടി. ഇതൊക്കെ ഫുൾ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗാർഡ് കാര്യങ്ങൾ, ടയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോലും നമ്മൾ ഇട്ടിട്ടുണ്ടാവും. കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചിട്ടുണ്ട്. എത്ര നമുക്ക് ഒരു ഇതിന്റെ ഒക്കെ സ്റ്റാർട്ടിങ് വരുന്നത് 44 രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 40 രൂപ റേഞ്ചിലൊക്കെ മാക്സിമം സ്റ്റാർട്ട് വരുന്നുണ്ട്. ഓക്കെ. ഇതൊക്കെ ഏതാ മോഡൽ പറഞ്ഞത്? 14-15 മോഡലൊക്കെയാണ്. പിന്നെ ഇവിടെ വരുന്നത് വിഗോ 2019 ലാസ്റ്റ് 20 വണ്ടി 65 രൂപ മുതൽ 65 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതായത് സ്കൂട്ടറുകളൊക്കെ ഒരു 40 രൂപ സ്കൂട്ടറുകൾ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. ഇതൊക്കെ സിംഗിൾ ഓണർ വണ്ടികൾ. ഏകദേശം എല്ലാ വണ്ടികളും സിംഗിൾ ഓണർ. അപൂർവം ചില വണ്ടികൾ നമ്മുടെ സെക്കൻഡ് ഓണർ വരുള്ളൂ. കൂടുതൽ സെലക്ടഡ് വണ്ടികൾ എടുക്കുള്ളൂ. സിംഗിൾ ഓണർ ലോ കിലോമീറ്റർ ഇത് ആയാലും ഈ 40,000 റേഞ്ചിന്റെ വണ്ടിയാണെങ്കിൽ പോലും സിംഗിൾ ഓണർ ആണ്. നീറ്റ് വണ്ടിയാണ്. സ്ക്രാച്ച് പോലും ഇല്ല. സ്ക്രാച്ച് പോലും ഇല്ല. ഒരു 10-30-40 മാക്സിമം ഓടി ഉണ്ടാവുള്ളൂ. അതെ. ഇതിന്റെ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ 24,000 ഓടിയിട്ടുള്ളൂ. 40,000 വരെ വണ്ടിയാണ് കേട്ടോ. ഇനി ഇതൊക്കെ ഉണ്ട്. 65 ഇത് 65 രൂപ പറഞ്ഞ ഗ്രാസിയ 125 വെറും 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 10,000 കിലോമീറ്റർ. 19 ലാസ്റ്റ് വണ്ടി 75 രൂപ അല്ലെ. പിന്നെ ഇങ്ങനെ ഇവിടെ ഒരുപാട് സ്കൂട്ടറുകൾ ഉണ്ട് ഇവിടെ. പിന്നെ ആക്സസ് ഒക്കെ വരുന്നത് 2014 മോഡലോട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 35 രൂപ മുതൽ റേറ്റ് വരുന്നുണ്ട്. 35,000 രൂപയ്ക്ക് ആക്സസ്. പിന്നെ വരുന്നത് ഡിയോ ഡൗൺ പേയ്മെന്റ് ഒന്നും അല്ലാണ്ട് പറഞ്ഞേ. 35,000 രൂപയ്ക്ക് വണ്ടി കൊണ്ടുപോകാം. 15 മോഡൽ സിംഗിൾ ഓണർ. 15 അല്ല 14 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. ഇതൊക്കെ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ വെറും 34 ഓടിയിട്ടുള്ളൂ അല്ലെ. സിംഗിൾ ഓണർ വെറും 35 രൂപ. അത് നമുക്ക് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ഇതില് 35 രൂപ പറഞ്ഞാൽ അഡ്ജസ്റ്റ് റേറ്റർ ആണ്. പിന്നെ പോരാത്തതിന് 2 ഹെൽമെറ്റ് കൊടുക്കുന്നുണ്ട്. ഫുൾ ടാങ്ക് പെട്രോൾ കൊടുക്കുന്നുണ്ട്. പിന്നെ പോളിഷ് വർക്ക് ചെയ്യുന്നുണ്ട്. 6 മാസം എഞ്ചിൻ വാറന്റി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത്ര അധികം കാര്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടണേ കിട്ടില്ല. അപ്പൊ ഓക്കെ. പിന്നെ ഡിയോ വരുന്നുണ്ട്. ഡിയോ ഒക്കെ 63 രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 63 രൂപ ഡിയോ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. 2016-17 മോഡൽ 16-17 മോഡൽ അല്ലേ. ഓക്കെ. ഇനിയിപ്പോ ഇങ്ങോട്ട് പോകും. ഞങ്ങൾ ഓടിച്ചിട്ട് കാണിക്കുന്നുണ്ട് ഒരുപാട്. 2019 ലാസ്റ്റ് വണ്ടി 18,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ഇതിനായാലും ഫുൾ ഫിറ്റിംഗ് ഉണ്ട്. ഗാർഡ് കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതെ. ഇതിനൊക്കെയാണെങ്കിൽ ഒരു 73 രൂപ വരണേ ഇവിടേക്ക്. നമ്മള് റേറ്റ് ക്ലിയറൻസ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് റേറ്റും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഓഫ് റോഡ് വന്നു കഴിഞ്ഞാൽ സംസാരിച്ചാൽ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആക്റ്റീവയിലെ ഏറ്റവും ചെറിയ റേറ്റ് ഒക്കെ ഏതാ പറഞ്ഞത്? ആക്റ്റീവ 60 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് 60 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് അല്ലെ. സിംഗിൾ ഓണർ വണ്ടി. 30,000 താഴെ ഓടിയേക്കണ വണ്ടി. അതെ. കിലോമീറ്റർ ഇതൊക്കെ ഡൗൺ പേയ്മെന്റ് ആണെങ്കിൽ ഒരു 30 രൂപ ഡൗൺ പേയ്മെന്റ് ആണെങ്കിൽ സ്പോട്ട് ലോൺ ചെയ്ത് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും അല്ലെ. ഓക്കെ. ഇതിലേക്ക് ഉണ്ട്. ഇതൊക്കെ മൈലേജ് ഉള്ള നമ്മുടെ ബൈക്കുകൾ അല്ലെ. പ്ലാറ്റിന CT100 ഇതൊക്കെ നമുക്കൊരു 70-75 ഒക്കെ മൈലേജ് പ്രതീക്ഷിച്ചൂടെ? 85 മൈലേജ് മൈലേജ് പ്രതീക്ഷിക്കാം കേട്ടോ. നിങ്ങൾ എങ്ങനെ ചവർ പോയി ഓടിച്ചാലും എന്തായാലും കിട്ടിയ വണ്ടികളൊക്കെ 125 വണ്ടികൾ 24,000 കിലോമീറ്റർ 2022 മോഡൽ സിംഗിൾ ഓണർ. എത്ര പറയണേ? ഇതിനൊക്കെ 83 രൂപ. 83 രൂപ പറയണ കേട്ടോ. 80. അത് നിങ്ങൾ റേറ്റ് നെഗോഷ്യബിൾ ആണ്. എല്ലാ ഓഫറുകളും അതിലുണ്ടാവും. വലിയ കാര്യങ്ങളൊക്കെ. പിന്നെ പാഷൻ പ്രോ ഒക്കെ വരുന്നത് 2018 മോഡലോട്ട്. ഇതിലെ ഏറ്റവും ചെറിയ റേറ്റ് മോഡൽ ഏതാ പറഞ്ഞത്? ഇതില് എല്ലാം ഏകദേശം സെയിം മോഡൽ തന്നെ. 18-19 വണ്ടികൾ തന്നെ. ഷൈനൊക്കെ 2018 മോഡലോട്ട് 2019 ലാസ്റ്റിലുള്ള വണ്ടികളുണ്ട്. ഇതൊക്കെ 68 രൂപ റേറ്റ് സ്റ്റാർട്ടിംഗ് മുതൽ. അതിന് SP ഷൈനും വരുന്നുണ്ട്. CB ഷൈൻ വരുന്നുണ്ട്. SP ഷൈൻ എന്നൊക്കെ പറയുമ്പോൾ 5 ഗിയർ വരുന്ന വണ്ടികൾ. 5 ഗിയർ. CB ഷൈൻ എന്നൊക്കെ പറയുമ്പോൾ 4 ഗിയർ വരുന്നത്. രണ്ടും 125cc. അത്യാവശ്യം മൈലേജും ഉണ്ടാവും. കൂളിംഗ് ഉണ്ടാവുന്ന വണ്ടിയാണ്. റേറ്റ് എത്ര പറയണേ? റേറ്റ് 68 രൂപ മുതൽ. ഇത് ഹീറോ സ്പ്ലെൻഡർ 2022 വണ്ടി. 24,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ഇതൊക്കെ 79 രൂപ. 22 മോഡൽ ഉണ്ട് അല്ലെ. അതെ. സിംഗിൾ ഓണർ വണ്ടി. നമ്മുടെ ഈ ഫാഷൻ പ്രോ ഒക്കെ 65 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. 65 മുതൽ 18 ഉണ്ട്, 19 ഉണ്ട്, 20 ഉണ്ട്. 18 ആണ് 65 രൂപ പറഞ്ഞത്. അതെ. 65 രൂപ. ഇതും നെഗോഷ്യബിൾ റേറ്റ് ആണ്. 2 ഹെൽമെറ്റ് കിട്ടും. ഇതിന്റെ ഉള്ളിൽ ഫുൾ ടൈം പെട്രോൾ കിട്ടും. എഞ്ചിൻ വാറന്റി ഉണ്ട് 6 മാസം. 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി. ഇതൊക്കെയാണ് ഡീറ്റെയിൽ. ഇനി ഇവിടെ കാണാത്ത ഡോമിനോറൊക്കെ നമ്മൾ കണ്ടു. ഇനിയിപ്പോ ഇവിടെ കാണാത്ത വണ്ടികളുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫുൾ നീറ്റ് ആയിരിക്കും. ബ്രേക്ക് ലൈറ്റ് പോലും ഏത് വണ്ടിയായാലും പക്കായിരിക്കും. നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കുള്ളൂ. വലിയ റേറ്റ് ഉള്ള കാര്യമല്ല. അതുപോലെ ഗ്രിപ്പോള് പോലും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്.
കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കണ്ണിൽ പെട്ടെന്ന് അതുപോലും പരിചയം കൊടുക്കും. അതിപ്പോ 6 മാസത്തെ നമ്മൾ ആ 35,000 വരെ വണ്ടി എടുത്താൽ പോലും 2 ഹെൽമെറ്റ് കൊടുക്കുന്നുണ്ട്, ഫുൾ ടാങ്ക് പെട്രോൾ കൊടുക്കുന്നുണ്ട്, 6 മാസത്തേക്ക് എഞ്ചിൻ വാറന്റി കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ കൊണ്ടുപോയിട്ട് അപ്പൊ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് തോന്നുകയാണെങ്കിൽ റെഡി കൊടുക്കും. ഇത് ക്ലിയറൻസ് ആയ കൊണ്ടാട്ടോ ഇങ്ങനെ ഓഫ് റോഡ് കിട്ടണേ. അപ്പൊ നമ്മുടെ പ്രിയദർശിനി എന്ന് പറയുന്നത് 3 പീടികല്ലേ, കൈപ്പമംഗലം 3 പീടികയാണ് പെട്രോൾ പമ്പിന്റെ അവിടെ 200 മീറ്റർ വരണുള്ളൂ. ഓക്കെ ഓക്കെ. ഡീറ്റെയിൽ നമ്മുടെ നമ്പർ സ്ക്രീനിൽ ഞാൻ കൊടുത്താൽ പോലെ നമ്പറും സ്ക്രീനിൽ നമ്പറിൽ അയച്ചാൽ മതി. ലോണും സ്പോട്ടായിട്ട് ഇവിടുന്ന് ചെയ്തു തരും. അതെ, സ്പോട്ട് ലോണും ഉണ്ട്, അതല്ല നോർമൽ ഫിനാൻസും ഉണ്ട്. സ്പോട്ട് ലോൺ ആണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം വണ്ടി കൊണ്ടുപോയിക്കൂടെ? അരമണിക്കൂർ കൂടി വന്നാലേ, അരമണിക്കൂർ വേണ്ട, 1 മണിക്കൂർ വെച്ചോ. 1 മണിക്കൂർ വെച്ചോ. 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് വണ്ടി കൈയോടെ എടുത്തോണ്ട് പോവാം. ചെറിയ ഡൗൺ പേയ്മെന്റ് എടുത്ത് വണ്ടി എടുത്തോണ്ട് പോകാട്ടോ. അതൊക്കെയാണ്. പിന്നെ എക്സ്ചേഞ്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. എക്സ്ചേഞ്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. എക്സ്ചേഞ്ചും ചെയ്ത് കൊടുക്കാൻ പറ്റും. മോഡലുള്ള വണ്ടി അനുസരിച്ച് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതിന് കൂടുതൽ ഓഫ് റോഡ് എന്താ വേണ്ട. ഇപ്പൊ ഇതാണ് ഡീറ്റെയിൽ. അപ്പൊ താങ്ക് യു ബ്രോ പറഞ്ഞത് തന്നെ കേട്ടോ. താങ്ക് യു.